അടുത്തത് ചെറുക്കിന്റെ ടീമുകാർ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് കലാപരിപാടി. എന്താണ് പരിപാടി? പരിപാടി ഒന്നുമില്ല, ഇവരെ കണ്ടപ്പോൾ മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ. ഈ ഫ്രീ സ്റ്റൈൽ എന്ന് പറയത്തില്ല, ഇങ്ങനെ ബോൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ സ്റ്റൈലിൽ ഇങ്ങനെ ചെയ്ത് നോക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പരീക്ഷിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. വീട്ടിൽ കപ്പ വെച്ച് ഓരോ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഇത് ഫുട്ബോളാണ്. അതറിയില്ല, അത് ഇതെങ്കിലും പറ്റുമെന്നുള്ളത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ 3 ഫുട്ബോളേഴ്സിന്റെ ഇടയിൽ ഒരു ബന്ധമുള്ള രണ്ടുപേരും നിൽക്കുന്നത് എന്താണ്? ഇവരല്ലേ? വെറുതെ കണ്ടിട്ടിരിക്കാൻ എനിക്ക്. സാറേ, അവർ രണ്ടുപേരും അവിടെ കയറി നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിനെ നശിപ്പിക്കാൻ പോവാണ്. നിങ്ങളാണ് ഇടപെടേണ്ടത്. ശരിയാക്ക്. ആ വിശ്വാസം ഞങ്ങൾക്കില്ല. പക്ഷെ ഇവരിൽ നിന്നും അവർക്കൊരു ഊർജം കിട്ടിയാൽ അത് ഫുട്ബോളിന് ഭാഗ്യമായി വരില്ലേ? ആർക്ക് എവരിൽ നിന്ന് അവർക്ക് ഊർജോ? ഞാൻ എന്തിനാന്നറിയാം ഈ 3 ഫുട്ബോളേഴ്സിന്റെ ഇടയിൽ വന്ന് നിൽക്കുന്നത്. മുല്ലപ്പൂമ്പൊടി ഏറ്റെടുക്കും, കല്ലിന് ഉണ്ടാവും സൗരഭ്യം, അങ്ങനെയെങ്കിലും കളിക്കട്ടെ. കല്ലൊന്ന് എടുത്ത് മാറ്റിക്കോട്ടെ. അതല്ലെങ്കിൽ കഞ്ഞിയിൽ കടിക്കുന്ന കല്ലോ. ഇതെന്താ അറിയാം, ഇത് സത്യത്തിൽ ഇവിടെ എല്ലാരും പ്ലാൻ ചെയ്തത് 4 പേരായിരുന്നു. അവിടെ നിന്ന് എണീക്കാൻ 1.5 മണിക്കൂർ. അതുകൊണ്ട് അവിടെ അതറിയാമോ, അങ്ങനെ ഇരുത്തി ക്രെയിന് വെച്ചോണ്ട് ഇരുത്തിയതാണ്. അതുകൊണ്ടല്ല ഞാൻ വന്നു കഴിഞ്ഞാൽ ഫുട്ബോൾ ഏത് എന്റെ വയറേന്നറിയാം. കൺഫ്യൂഷൻ വരും ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഫ്രീ സ്റ്റൈൽ, കുറച്ച് ഫ്രീ സ്റ്റൈൽ എന്തായാലും പറയുന്നത്, ഫ്രീ സ്റ്റൈൽ ഡ്രിൽസ് അല്ലെങ്കിൽ ഫ്രീ സ്റ്റൈൽ പഠിപ്പിച്ച് തരാമോ? ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് വീട്ടിലും നാട്ടിലും ഒക്കെ പോയി ഒന്ന് ഷൈൻ. രോഹിത് വീട്ടിലുണ്ടോ? രോഹിത് വീട്ടിലുണ്ട്. അവനെ തട്ടാനല്ല ഞാൻ ഇത് ഉദ്ദേശിച്ചത്. അവനെ പന്തോലിട്ട് തട്ടയല്ലേ എത്ര വർഷം. അവൻ എന്ത് തട്ടാൻ? എന്റെ അപ്പം ഭയങ്കര ഒരു അപ്പനെ തട്ടണോ? അല്ലോ, അപ്പന് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഇത് കാണുമ്പോ അപ്പന് ഭയങ്കരമായിട്ട് പ്രൗഡ് ആയിരിക്കലോ എന്റെ മോള് എന്നുള്ള രീതിയിൽ. പ്രേക്ഷകർ പ്രൗഡ് ആവും. കമോൺ, ആരെയാണ് പഠിപ്പിക്കുന്നത്? നമ്മള് 3 പേരെ പഠിപ്പിച്ചു തന്നു. 3 അപ്പൊ 3 പേര് നമ്മളെ 3 പേരെയും പഠിപ്പിക്കട്ടെ. ആശാൻ എന്നെ പഠിപ്പിച്ചോട്ടെ, ഞാൻ റെഡി. നമ്മളൊരു ടീം. എനിക്ക് He is my coach. She is my coach and strong lady. And he is my coach. കൊച്ചേ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? റെയിൻബോ ഒന്നുമില്ല, 12 തലവറ കൊടുത്തേ മഴവില്ലോട്ട്. വെള്ളം വായിലാക്കിട്ട് ഇങ്ങനെ തുപ്പി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാസർഗോഡ് കോമഡി അത് അവിടെ നിന്നും പോയി. ഒരു മിനിറ്റ്, എന്താ പറഞ്ഞേ? കുറച്ച് ടഫാണ് എനിക്കിഷ്ടം. എന്നിട്ട് വേണം ആ സാറുമാർ ഇംപ്രസ്ഡ് ആയിട്ട് ആ ഓറ ഇനി അവിടെ വന്നിട്ട് അവരോടും കൂടെ കൊടുക്കാൻ പറയട്ടോ. എനിക്ക് വിളിച്ചോ, ഞാൻ മോട്ടിവേഷൻ സ്പീക്കിങ്ങിന് വരാം. കിടിലോ ഞാൻ പറഞ്ഞു. പിന്നെ പിള്ളേരെല്ലാം സൂപ്പർ ആവും. റെയിൻബോ നീ സംസാരം നിർത്ത്. ഞാൻ വേണോ ആദ്യം ചെയ്യാൻ? അതെ, ഐശ്വര്യ ബോൾ പിടിച്ചോ. അത് കരോട്ട അല്ല, ഹുഷ് അടിച്ചിട്ടോ. ഇത് ഫുട്ബോളാണ്. ജസ്റ്റ് നോക്കിയാ ഞാൻ ആദ്യം കാണിച്ചു തരാം. അത്രേ ഉള്ളൂ, കാണിച്ചിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇത് ഈ ഡ്രസ്സിലാണ് ചെയ്യാൻ പോകുന്നത്. ഐ ആം ഇൻട്രസ്റ്റിംഗ്. പിടി. സൂപ്പർ ആയിരിക്കും. ഫസ്റ്റ് വിഗ്ഗളവ് താഴെ വീഴും. എലീനെ സംഭവം എന്താന്ന് മനസ്സിലായോ? സംഭവം എന്താന്ന് മനസ്സിലായോ? എടാ സംഭവം മനസ്സിലായോ? ദിലീപേട്ടന്റെ സിനിമയിലെ ഒന്നുകിൽ കോമഡി നശിപ്പിക്കും, ഇല്ലെങ്കിൽ ഇവിടുത്തെ സാധനം നശിപ്പിക്കും. നാശം ഉറപ്പാണ്. ഒരു കയ്യടി അനുഗ്രഹിക്കൂ. 1 2 3. ഇങ്ങനെയാണ് കോഴി മുട്ട ഇടുന്നത്. അടിപൊളി സൂപ്പർ. ഒരു മിനിറ്റ്, എന്താ സാർ അഡ്മിഷൻ ഇപ്പൊ തന്നെ തരാം? വേണ്ട സാറേ, സൂപ്പർ. സാർ 1 more എന്ന് പറയുന്നടാ. ഇത് സ്റ്റേറ്റ് കലോത്സവത്താണ്. പ്രത്യേക 1ാം സ്ഥാനമാണ്. അതല്ല, ഒരു കോച്ചിങ്ങും ഇല്ലാതെ ഫസ്റ്റ് കാണുന്ന അത് ചെയ്യാൻ ഒരു താല്പര്യം കാണിച്ചു. വളരെ ഭംഗിയായി ചെയ്തു. കോച്ചിങ്ങും കൂടി ഉണ്ടായിരുന്നതിന് എന്തായിരുന്നാലും അവസ്ഥ. കോച്ചിങ്ങും കൂടെ ഉണ്ടായിരുന്ന ചിലപ്പോ സിനിമാമിന്റെ പോസ്റ്റിൽ ഞാൻ വന്നേനെ. അതിന് ദൈവം ആദ്യമേ എന്നെ അങ്ങ് വിട്ടു. എലി വന്ന നേരം മുതൽ ഇവിടെ ഇരുന്ന് ഈ സാറുമാരെ ഫുൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കയ്യിലെടുത്തോണ്ടിരിക്കുകയായിരുന്നു. പരിപാടിക്ക് ആങ്കർ ഇല്ലാതാക്കോ നിങ്ങളൊക്കെ കൂടെ? അല്ല, ഇനി ഫിലിപ്പോസ് കൂട്ടുകാരികാനാണോ വന്നിരിക്കുന്നത്? അസോസിയേഷനിലോ ഉണ്ടോ അറിയത്തില്ല, ചോദിക്കാട്ടോ. എലിക്കുട്ടി എന്തോ നന്നായി ചെയ്തു. അടിപൊളി, നന്നായിട്ട്. ഒന്നുകൂടെ വേണോ ചേച്ചി? മോളെ എനിക്ക് അതാണ് പേടി. എലി നന്നായിട്ട് ചെയ്തു. 2 പയ്യന്മാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ദൈവമേ, വില കളയലേ അപ്പി. എനിക്ക് കോച്ചുണ്ട്, സ്പെഷ്യൽ വൈദ്യുണ്ട്. അടുത്ത ആക്കില്ല. അതെ, ഞാൻ നമുക്ക് ഇവിടെ പോയി കോച്ച് പിടിക്കല്ലേ നീ? ബോള് അടിച്ചിട്ട് ബാക്കി കൂടെ വരും. സിമ്പിൾ ആണ്. ഒന്ന് കാണിച്ചു കൊടുക്കും മോനെ. അടിച്ചിട്ട് ബാക്കി കൂടെ വരുമോ? നോക്കോ. അഖിലിന്റെ മുഖം കണ്ടോ?
ആരോ അഖിലിന്റെ തലയിൽ ഇടിച്ച പോലെ ഉണ്ടായിരുന്നു. കമോൺ. മോനെ ഇനി എന്തെങ്കിലും ഊരാണ്ടെങ്കിൽ ഊരിക്കോ. പ്രിയ സുഹൃത്തുക്കളെ, അതാ കുട്ടി അഖിൽ കൗണ്ടർ അടിക്കുന്ന ലാഘവത്തോടെ. കുട്ടിയകൽ പട്ടിയകലാകുന്ന കാഴ്ച ഏതാണ്? ഇത് വീട്ടിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ ആരും പരിഹരിക്കുന്നത്. കാര്യം ഇത് വളരെ അപകടകരമായ ഒരു ഐറ്റം. നീ ചെയ്യുമ്പോ തള്ളവിരൽ അങ്ങനെയുള്ള ചെറിയൊരു വിരൽ സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. ഒന്ന് നോക്കിക്കോ ലാസ്റ്റ്. കണങ്കാലിന്റെ ചിരട്ട പൊട്ടും. കിടക്കട് ഒന്നുകൂടി ചെയ്ത സെറ്റ് ആവും. അടുത്ത കിക്കിന് കിട്ടും. ഒരു പ്രാവശ്യം കൂടി കൊടുത്ത സെറ്റ് ആവും. ഒരു പ്രാവശ്യം കൂടി കൊടുത്ത സെറ്റ് ആവും. അഖിൽ, അഖിൽ, അഖിൽ. ചവിട്ടറാ. ഓ വേണ്ട നോക്കിട്ടോ. ഇനി അവന് വാശി. വേണ്ടേ? കഴിഞ്ഞോ? പേടിക്കണ്ട, ഞാനായതുകൊണ്ട് ഇല്ലേ നിങ്ങൾ വിജയിച്ചാണ്. ഞാനായതുകൊണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചേനെ. ഇതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ കരിയറിനെ ഇത് ബാധിക്കില്ല, എന്നെ ബാധിക്കും. നോക്കൂ, എന്റെ പ്രൗഡ് കോച്ച് നിൽക്കുന്നത് നോക്കൂ. Okay. അടുത്തതായി ഫുട്ബോൾ നശീകരണ യന്ത്രം പ്രവർത്തിക്കാൻ പോവുകയാണ്. ബോളും ഞാനുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറെ കാലമായി. അല്ല മോനെ പറഞ്ഞു കൊടുക്കണേ. റാഫേൽ, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അറൗണ്ട് വേൾഡ്. അറൗണ്ട് ദ വേൾഡ്, അതായത് ഭൂമി ചുറ്റാന്നുള്ള സാധനം. ഓ, ഒന്ന് കറങ്ങിയ തല ചുറ്റുന്നവനാണ്. ഇതൊന്ന് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്റെ തല കറങ്ങും. അറൗണ്ട് ദ വേൾഡ്. അത് കണ്ടുപേരിട്ടാണോ? എന്താ ചെയ്യണ്ടേ പറഞ്ഞോ. എന്നാ നേരത്തെ സാരി എടുത്ത് വീട് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഒരെണ്ണം റെഡിയാക്കി വെച്ചോ. അയ്യോ ഇല്ലേ, ആ. ഓർമ്മിപ്പിക്കല്ലേ. ആ ഇത് സിം ഹായ്. പോണ പോലെ എനിക്ക് അതെ, സമയമുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. പിള്ളേർക്ക് ചായ പരിപാടിയും കൊടുക്കട്ടെ. ഞാൻ ഇപ്പൊ വരാം. ഈ ഒരു കാല് പൊക്കുമ്പോഴാണ് ഞാൻ വീഴാറ്. ഞങ്ങൾ പിടിക്കാം. അതാണ് എന്റെ പേടി. ഞാൻ ഒരു കാര്യം പറയട്ടെ? സാറേ, ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഇത് തീരൂല. പക്ഷേ അതല്ല, ഇത് ചെയ്യുമ്പോഴേ ബോള് ദിശ മാറിയ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ കോച്ചിനോടൊന്ന് പറയണം, ഞങ്ങൾക്ക് ഒരുമിച്ച് മാറാനാകും. എല്ലാവർക്കും ഒരു ഹെൽമെറ്റ് കൊടുക്കൂ. ഞങ്ങൾ ഓടാൻ റെഡിയാണേ. ഓക്കെ, ആരും ഓടണം. ഇപ്പൊ തീർത്തരാം ഞാൻ. അഭ്യാസ പ്രകടനങ്ങൾ അർജുന്റെ ഒരു കമന്ററി വേണം. അഖിൽ ചേട്ടാ, ഒരു കമന്ററി പറഞ്ഞോ. പറയണ. ആ നിങ്ങളിത് കാണുക. ആരും കാണല്ലേ, ആരും കാണല്ലേ. ഞാൻ വെറുതെ പറഞ്ഞു. ഒന്ന് ആവേശം കൊള്ളിക്കാൻ വേണ്ടി. അഖിൽ ചേട്ടാ, കമോൺ. കാൽപന്ത് കളിയുടെ രാജകുമാരൻ ഇതാ ആവേശം നിറഞ്ഞ ഫുട്ബോൾ മത്സരത്തിലേക്ക് ഇതാ അർജുൻ അദ്ദേഹത്തിന്റെ ഇടതുകാല് പൊക്കി കിണയടിച്ചു. സെന്ററിൽ വെക്ക്, സെന്ററിൽ വെക്ക്. പൊക്കിയിരിക്കും. വീണ്ടും കമോൺ. മൂന്നാമത്തെ വട്ടവും നിങ്ങളിത് കാണുക. വീണ്ടും പറഞ്ഞിരുതാ അദ്ദേഹത്തിന്റെ ഇടക്കാല് പൊക്കിക്കൊണ്ടിതാ പന്ത് ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാൻ. എന്നിട്ട് നോക്കിക്കോ, ലാസ്റ്റ് ഇത് ഒറ്റക്കാരി ബോൾ നശീകരണ യന്ത്രം ഇതാ മൈക്ക് നശീകരണ യന്ത്രമായി മാറിയിരിക്കുകയാണ്. ഇനി 3 കൊല്ലം അമൃത TV നീ പണിയെടുക്കണം ഈ മൈക്കിന്റെ പൈസ കൊടുക്കും. അർജുൻ നടക്കുമോ? നടന്നില്ലേ? One last time നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു this was much better, അല്ലേ? That was good actually. അല്ല, എന്നാൽ അവര് പറയട്ടെ. കൊള്ളാം കൊള്ളാം. ഇറങ്ങി പോടാ എന്നാണോ? ആലോചിക്കായിരുന്നേ, പെരുമ്പാവൂർ ഇവരുടെ അസോസിയേഷന്റെ കീഴിലാണോ വരുന്നത്? അങ്ങനെയെങ്കിൽ അത് മാറ്റാൻ എറണാകുളം ജില്ല പറ്റുന്നതൊക്കെ മൊത്തം ചർച്ച വരും. നടക്കണം. പെരുമ്പാവൂരൊക്കെ പെടും. അപ്പൊ നിങ്ങള് പെടും. എന്തായാലും അർജുൻ, well done. Thank you. ഇവര് പറയട്ടെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പെർഫോമൻസ് എന്നുള്ളത്. പറയൂ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് മോശം പറയാൻ പറ്റുമോ? അല്ല, എന്നാലും ഒന്ന് പറഞ്ഞു. As a coach, I am proud of you. രോഹിത് I love you പറഞ്ഞപ്പോ പോലും എനിക്ക് ഇത്രയും സന്തോഷം വന്നിട്ടില്ലായിരുന്നു. അത് പറഞ്ഞ് പറയിപ്പിച്ചാണ് തോന്നുന്നില്ല. അല്ലല്ല, ഞാൻ മൊത്തത്തിലാണ്. ഇല്ല, പക്ഷെ നന്നായിട്ട് ചെയ്തടാ, നന്നായിട്ട് ചെയ്തു. അല്ല, ബെറ്റർ എലിയായിരുന്നു കേട്ടോ. എലിയായിരുന്നു better. തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്ന പോലെ നീ ജയിച്ചടാ. അതുമുതൽ നീ വെറ്ററൻ എലിയാണ്. അയ്യോ. ഓക്കെ, നമ്മുടെ രണ്ടുപേരുടെയും കൊച്ചുകൾ സംസാരിക്കൂ കോച്ച്. ചോദിക്കണ്ടേ? വാട്ട് യു ഫീൽ? ചെയ്യണതിനേക്കാളും കൂടുതൽ അത് ട്രൈ ചെയ്യാൻ കാണിച്ച മനസ്സിനാണ് എനിക്ക് അപ്പൊ ഇഷ്ടപ്പെട്ടത്. ചെയ്തത് ശരിയായില്ല, അത് പറയാൻ അവരൊരു വിമർശനം. വരൂ അസേ കോച്ച്. നിങ്ങൾക്ക് ഞാൻ കാരണം എന്തെങ്കിലും അപമാനം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല,
ട്രൈ ചെയ്തല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അപ്പോഴും ശരിയായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പുതിയൊരു സ്കില്ല് കാണാൻ പറ്റി അവിടെ. അതെന്തായിരുന്നു? ഫുട്ബോൾ മേഖലയ്ക്ക് പുതിയൊരു ഐറ്റം കൊടുത്തു എന്ന് മനസ്സിലായില്ലേ? നാളെ നെയ്മറോ റൊണാൾഡോയോ മെസ്സിയൊക്കെ ഇത് ചെയ്യുമ്പോ മനസ്സിലാവും അതിന്റെ വില അല്ലേ പോലെ. എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾ നന്നായിട്ടായിരുന്നു ഞങ്ങൾക്ക് അത് പറഞ്ഞു തന്നത്. ഇനി വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇനി ആങ്കർ ഒക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആയിരിക്കും, ബ്രേക്ക് ഒക്കെ പറയുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ എങ്ങനെയാണ് നിന്റെ വിചാരം? ഇല്ല, ഇപ്പൊ ഇതൊക്കെ തന്നെ ഇവിടെ മനോഹരമായൊരു എപ്പിസോഡായിരുന്നു. സ്കിറ്റ് ഉണ്ടായിരുന്നു. ഫുട്ബോളിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അപ്പൊ എന്തായാലും ബിജു സാർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. സാറിന്റെ ഒരു അസോസിയേഷൻ ഇനിയും ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളും ഒക്കെ ഫോമായി വരട്ടെ. ഇതുപോലെ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ. അവർ നാളത്തെ താരങ്ങളാവട്ടെ. അവരിതുപോലെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ വരട്ടെ. അപ്പൊ ചേച്ചി, നമ്മുടെ ഇന്നത്തെ ഇനി ബാക്കിയുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ മാൻ ഓഫ് ദ മാച്ച് എന്നൊക്കെ പറയുന്ന പോലെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മെയിൻ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആരാ? നമ്മുടെ ഫ്യൂച്ചർ തമീന, അജിത് ആൻഡ് റാഫേൽ. ഒരാഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്ന് അതെ, തന്നെയാണോ? അതെ, അതെ, അതെ. എന്നാ ഒരു കൊടുക്കാം. സെക്കൻഡ്, ഞങ്ങളൊന്ന് ബാക്കിൽ നിന്ന് വരുവേ. നോക്കിക്കോടെ, ഞങ്ങൾ കൊടുക്കാൻ പോവാണ്. 1 2 3. Come on guys. അജിത്, ഇതുപോലെ നമ്മൾ ഒരു ദിവസം കപ്പ് പൊക്കില്ലേ? ഉറപ്പായിട്ടും. അന്ന് ഇതുപോലെ നമ്മൾ ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കഴിക്കും നിങ്ങൾ എല്ലാവരും കേട്ടോ. ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കീപ് ഗോയിങ്. അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് വരണം. ഓക്കെ മീന, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ചേച്ചി ഓൾ ദി ബെസ്റ്റ്. ചേച്ചിയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കോച്ച്. ചേച്ചി 2 വാക്ക് പറയേണ്ടതാണ് ഞങ്ങൾ പിള്ളേരെ പറ്റി. ഞങ്ങൾ വളർന്നു വരുന്ന കുരുന്നുകളാണ്. ഉറപ്പായിട്ട് ഞാനൊരു കപ്പ് ജയിക്കും. എന്തെങ്കിലും ഒരു കപ്പ് ജയിച്ചാൽ മതി. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. കോമഡി മാസ്റ്റർ സ്റ്റേറ്റ് അവാർഡ് കിട്ടും. ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഒരു ബ്ലെസ്സിംഗ് ആണ് ചേച്ചി ഇപ്പൊ പറഞ്ഞത്. താങ്ക് യു ചേച്ചി. ഈ ആവേശത്തിൽ ഗൈസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ ഫുട്ബോൾ ലാസ്റ്റ് കളിച്ചെങ്കിൽ നമ്മൾ പറ്റിക്കുന്ന ഓരോ സ്റ്റൈലിലൊക്കെ നിൽക്കത്തില്ല എന്ന് പറയുന്നത് ഞാൻ ബായ് പറയുമ്പോൾ ഇതാണല്ലേ ശരി. കോമഡി മാസ്റ്റേഴ്സ് വൈൻഡപ്പ് ചെയ്യുന്ന അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ.